Good morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. Form a partial differentiation by eliminating arbitrary functions from z is equal to f of x plus it plus g of x minus it. ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. പ്രീവിയസ് കേസിലൊക്കെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു, എഫ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടെ എഫിന്റെ കൂടെ ജിയും കൂടി ഉണ്ട്. ഈ രണ്ട് ഫംഗ്ഷനെ എഫിനെയും ജിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നമ്മൾ 1 എന്ന് വിളിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആദ്യം partially differentiating 1 with respect to x. ഈ ഇക്വേഷൻ നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടും. എഫ് ഓഫ് എക്സ് പ്ലസ് ഐ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് എക്സ് പ്ലസ് ഐ ടി. എക്സിന്റെ പിന്നെ 1 ആണ് എഴുതേണ്ട ആവശ്യമില്ല. ജി ഓഫ് എക്സ് മൈനസ് ഐ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ജി ഡാഷ് എക്സ് മൈനസ് ഐ ടി. ജി ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എടുക്കും. പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് പ്ലസ് ഐ ടി പ്ലസ് ജി ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഈ ഇക്വേഷൻ ഒന്നും കൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Again we differentiating partially with respect to x. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. രണ്ടാമത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്തായിട്ട് മാറും? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി പ്ലസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ആദ്യം നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയതിന് വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി പ്ലസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഇക്വേഷൻ 1നെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് 1 with respect to y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണം നോക്കിയേ? ഡോ ഇസഡ് ബൈ ഡോ വൈ. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കൂട്ടി നോക്കാം? എഫ് ഡാഷ് y വെച്ചല്ല, അവിടെ ടി വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലെ? ഇവിടുത്തെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും ടിയും ആണ്. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലൊക്കെ എക്സും വൈ ആയിരുന്നു. ഇവിടെ എക്സും ടിയും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കേട്ടോ. എക്സും ടിയും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇസഡ് ഈസ് എ ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി പ്ലസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ഇവിടെ വൈക്ക് പകരം ഒരു ടി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ വൈ അല്ല, ഡോ ഇസഡ് ബൈ ഡോ ടി. ഡോ ഇസഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് പ്ലസ് ഐ ടി ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. ഐ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഐ എന്ന് കിട്ടും. ഐ ടിയുടെ ഡിഫറൻസിയേഷൻ ഐ ഇൻറ്റു 1 ദാറ്റ്സ് ഐ. രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ജി ഡാഷ് എക്സ് മൈനസ് ഐ ടി ഇൻറ്റു മൈനസ് ഐ. അപ്പൊ നമ്മള് ടി വെച്ച് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് പ്ലസ് ഐ ടി ഇൻറ്റു ഐ പ്ലസ് ജി ഡാഷ് എക്സ് മൈനസ് ഐ ടി ഇൻറ്റു മൈനസ് ഐ. ഇനി ഇതിന് വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. Again differentiating partially with respect to t. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി ഇൻറ്റു ഐ ഇൻറ്റു ഐ. ഒരു ഐയും കൂടി വരും. അപ്പൊ നമുക്ക് എന്ത് വരും? ഐ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 ആണ്. അപ്പൊ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 പ്ലസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി ഇൻറ്റു മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി into minus f double dash x plus it
മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ. ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? മൈനസ് ആണ്. therefore മൈനസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഇത് നമുക്ക് ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. അപ്പോ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി പ്ലസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഇനി നമ്മൾ ഇതിനെ ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി മൈനസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം കൂടി ആഡ് ചെയ്യാം. ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ കിട്ടണേ? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കാം എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി. ഇവിടെ പ്ലസ് എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി ഉണ്ട്. ഇവിടെ എന്തുണ്ട്? മൈനസ് എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഐ ടി ഉണ്ട്. അപ്പൊ ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. ഫസ്റ്റ് ടൈം 0 ആയി പോകും. ഇനി അതുപോലെ തന്നെ ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി. ഇവിടെ നമുക്ക് മൈനസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് ഐ ടി. അപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? 0 കിട്ടും. ഇതാണ് റിക്കയർഡ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. അപ്പൊ ഇവിടെ റിക്കയർഡ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2 പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആദ്യം നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി. ആ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി. അതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതാണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ y അല്ല, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടി ആണ്. അപ്പൊ നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ ടി കണ്ടു. ഡോ ഇസഡ് ബൈ ഡോ ടി. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ ടി കണ്ടതിനെ വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ 3 എന്ന് വിളിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം കൂടി ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടി? 0. therefore ഫൈനൽ ആൻസർ എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? എഫ് എന്ന ഫംഗ്ഷനെ ജി എന്ന ഫംഗ്ഷനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്തു. ഓക്കെ.